ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളെ കയ്യിലൊക്കെ അല്ലേ. നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന നമ്മുടെ RRB റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഇതാ ഇപ്പോൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ 03/2024 എന്ന് പറഞ്ഞിട്ട് എല്ലാ RRBയുടെ വെബ്സൈറ്റിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ മാസം 30 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓഗസ്റ്റ് 29 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓൾറെഡി ഒരുപാട് ആളുകൾ ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയർ കാത്തിരിക്കുന്നവരായിരുന്നു. സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, CS എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 8000 അടുത്ത് വേക്കൻസിയുമായിട്ട് വന്നിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ. അപ്പോൾ ഒരു ഗവൺമെന്റ് എക്സാം, അതും തന്നെ റെയിൽവേയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ച ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ ജോലി എന്ന് പറയുന്നത് വളരെ വളരെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, ലക്ഷ്യമാണ്. അപ്പോൾ അതിലോട്ടുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ 2019 എഴുതിയവരുണ്ട്, അപ്ലൈ ചെയ്തിട്ട് എഴുതിയവരുണ്ട്. ഈ വരാൻ പോകുന്ന 2024 ഇപ്പൊ ഈ വിളിച്ചിട്ടുള്ള എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസുകൾ, കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്, അതായത് ആരൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇപ്പൊ ഡിപ്ലോമയിൽ ഏതൊക്കെ സ്ട്രീമുകൾ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതന്നെ എനിക്ക് തോന്നുന്നു 32 പോസ്റ്റുകൾ വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 32 പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ പല പോസ്റ്റുകളും പല ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോസ്റ്റിലോട്ട് തന്നെ മെക്കാനിക്കലാർക്കും ഇലക്ട്രിക്കലാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഏതൊക്കെ കാറ്റഗറി നമ്പർ, ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു RRBയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ പറയുന്ന RRBകളിൽ അലഹബാദ്, അഹമ്മദാബാദ്, ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂര്, കൊൽക്കത്ത, സിലിഗുരി എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് വരുന്നുണ്ട്, RRBകൾ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു RRBയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അവിടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗും കിട്ടിയാൽ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ, ഓരോ RRBയിലും എത്ര ഒഴിവുകളുണ്ട്, എൻ്റെ ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ എവിടെയാണ്, ഞാൻ അവിടെ അപ്ലൈ ചെയ്താൽ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും, അവിടെ ജോലി കിട്ടിയാൽ ഞാൻ പോകും, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ പഠിക്കണം, CBT 1 എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത്, അത് ഈ 2-3 മാസം കൊണ്ട് CBT 1 എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം, CBT 2 എൻ്റെ ബ്രാഞ്ചിൽ മെക്കിൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് വരുന്നത്. കാരണം നമ്മൾ വെറുതെ ചവറ് പോലെ പഠിക്കണ്ട. ഇപ്പൊ മെക്കാനിക്കൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ തിയറി ഓഫ് മെഷീൻസ് പഠിക്കണ്ട, കാരണം അത് സിലബസിൽ പറയുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു വെയിറ്റേജ്, കാരണം നമുക്ക് ഇതേ പാറ്റേണിൽ നടന്നൊരു എക്സാമാണ് 2019. അപ്പൊ ഏകദേശം അതിൽ വന്ന അതേ പാറ്റേൺ, അതിൽ വന്ന അതേ വെയിറ്റേജ് ആയിരിക്കും നമുക്ക് എവിടെയും വരുന്നത്, ഈ വരുന്ന എക്സാമിൽ നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, ഓരോ സോണിലും, ഓരോ RRB സോണിലും എങ്ങനെയായിരുന്നു കട്ട് ഓഫ്, എങ്ങനെയായിരുന്നു വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യും, വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാനൽ, സൈലം ടെക്നിക്കൽ എക്സാംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും, നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിനും, ഗവൺമെന്റ് ജോലി നോക്കുന്നവർക്കും, അതല്ല ഇനി അങ്ങോട്ട് ഗവൺമെന്റ് ജോലി നോക്കിയാൽ കൊള്ളാമെന്നുള്ളവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ RRBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 03/2024 എന്ന രീതിയിൽ എല്ലാ RRBയിലും വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ, DMS അതായത് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ ആൻഡ് മെട്രോളജിക്കൽ അസിസ്റ്റന്റ്, കെമിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് കുറച്ച് ഡേറ്റ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആരും ഡേറ്റുകൾ മറന്നു പോകണ്ട. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, അതിന്റെ PDF ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ കയറിയിട്ട് ആ ഒരു 73 പേജ് വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അത് കംപ്ലീറ്റ് വായിച്ചു നോക്കുക, എല്ലാവരും കംപ്ലീറ്റ് വായിച്ചു നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വെക്കേണ്ടത്, ഫോട്ടോ, സൈന്, സർട്ടിഫിക്കറ്റ്സുകൾ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇന്നോ നാളെ ആയിട്ട് അതിലോട്ടുള്ള കാര്യങ്ങളോട്ട് ഇറങ്ങുക. നേരത്തെ എടുത്തു വെക്കുക, എല്ലാ കാര്യങ്ങളും ഒന്നും അവസാനത്തോട്ട് വെക്കരുത്. അപ്പൊ നമുക്കിതാ അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ് ഓൺലൈൻ ഡേറ്റ് അപ്ലൈ
അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30/7/2024 ആണ്. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 29 ആണ്. ഓഗസ്റ്റ് 29. ഓഗസ്റ്റിൽ വേറെ എന്തോ കാര്യം ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ജോർജ് കുട്ടിയുടെ എന്തോ ഒരു സാധനം കൂടെ ഓഗസ്റ്റിലായിരുന്നു തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് 29 അവസാനത്തെ ഡേറ്റ്, മറക്കരുത്. 30 ഇത് വരുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത്. നമുക്ക് ഇതാ പോസ്റ്റുകൾ വരുന്നത് കെമിക്കൽ സൂപ്പർവൈസർ നിൽക്കട്ടെ. നമ്മൾ ഡിപ്ലോമ ബിടെക്കാർക്ക് ഇതാ വരുന്ന പോസ്റ്റാണ് ഇത് ജൂനിയർ എഞ്ചിനീയറും അതുപോലെ DMS എന്ന് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് വരുന്നത്. ഒഴിവ് നോക്കടോ നിങ്ങൾ, 8,000 ആണ്. അതായത് 7,934 8,000ന്റെ അടുത്ത് ഒഴിവുകളുള്ള ഒരു ഓൾ ഇന്ത്യ നമ്മൾ എഞ്ചിനീയേഴ്സിനുള്ള വേറെ ഏതെങ്കിലും എക്സാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അത്രത്തോളം വേക്കൻസിയിലാണ് നമുക്ക് ഈ ഒരു എക്സാം വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സമയം. കിട്ടോ ഇല്ലേ എന്നുള്ള ഒന്നുമല്ല അവിടെ വിഷയം. നമ്മൾ നമ്മുടെ കഴിവിന്റെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റിൽ ആവാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു ഗവൺമെന്റ് ജോലി നോക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം, കളറാക്കണം. ഓക്കെ, അപ്പൊ ഇതാ ഇത്രത്തോളം ഒഴിവുകളാണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇതാണ് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പൊ നിങ്ങൾ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നാലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റുകൾ, ഓരോ കാറ്റഗറി നമ്പർ ഓരോ പോസ്റ്റുകൾ വരുന്നുണ്ട്. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ടാവും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. കൊടുത്തിട്ടുണ്ടാവും. ഇത് ആദ്യം കൊടുക്കാൻ കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ടതാണിത്. എവിടെ നോക്കാം? നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണ് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക. കാരണം റെയിൽവേയിൽ ഈ ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ വിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വായിച്ചെടുത്തിട്ട് നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി വരുമെന്ന് നോക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്യാനുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാ ഏജ് കേസ് വരുന്നത്. അപ്പോൾ ഇതിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏജിന്റെ കേസിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വരുന്നുണ്ട്. എന്താണ്, കൊറോണ വന്നത് കൊണ്ട് തന്നെ ഇത്തവണ അപ്പർ ഏജ് ലിമിറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എത്രയാണ്, 36 ആണ് വരുന്നത്. കഴിഞ്ഞ തവണ 33 ആയിരുന്നു ജനറൽ വരുന്നത്. നോക്ക് നിങ്ങൾ, ഇത് കഴിഞ്ഞ തവണ നേരത്തെ ആയിട്ട് വരുന്നതാണ്. നേരത്തെ ഏജ് അപ്ലിക്കബിൾ നേരത്തെയാണ്, നോർമൽ കോഴ്സ്, അതായത് സാധാരണ വരുന്നത്. അപ്പോൾ അടുത്ത തവണയ്ക്ക് ഇതായിരിക്കും കേട്ടോ. അടുത്ത തവണ RRB വിളിക്കുമ്പോഴും ഇതായിരിക്കും. പക്ഷെ ഇത്തവണ എന്ന് പറയുന്നത് ദിസ് CN സ്പെഷ്യൽ ഒരു മെൻഷൻ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, കൊറോണ വന്നതുകൊണ്ട് തന്നെ 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക്. അപ്പൊ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്ത ആളുകൾക്ക്, അപ്പൊ എനിക്ക് തോന്നുന്നു 1986 മുതലോ 87 മുതലൊക്കെ ജനിച്ചവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കുക, അതിൽ 88 മുതലൊക്കെ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പിന്നെ ഇത് റിലാക്സേഷൻ വരുന്നുണ്ട്. OBCയും SC STയും എക്സ് സർവീസ്മാൻ ഒക്കെ എന്ത് വരുന്നുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. നിങ്ങളെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏത് കാറ്റഗറി വരും. SC ST OBC നോൺ ക്രിമിലിയർ, എക്സ് സർവീസ്, അതുപോലെ PWB PB ഇത് വരുന്നുണ്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് SC STക്കാർക്ക് 41 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ OBCക്കാർക്ക് 39 ഇയേഴ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, OBCക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നോ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇതിന്റെ ഫീസ് വരുന്നത് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. RRBയുടെ ഫീസ് എന്ന് പറയുന്നത്, അതായത് RRB നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, എക്സാം എഴുതണം. അതായത് സാധാരണ ഫീസ് വരുന്നത് 500 ആണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് CBT അറ്റൻഡ് ചെയ്താൽ 400 നിങ്ങൾ അക്കൗണ്ടിലോട്ട് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്ക് ഒരു സിനിമക്ക് പോകാം അല്ലെ, ഒരു 2 സിനിമക്ക് പോകാം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു പൈസ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ 400 രൂപ നിങ്ങൾക്ക് തിരിച്ചു വരും. ഇനി അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ SC ST ഫീമെയിൽ, അതുപോലെ മൈനോറിറ്റീസ് ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ എന്ത് വരാം, നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾ 250 അടച്ചാൽ മതി. ആ 250 നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. അതായത് ഫ്രീ ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതാണ് ഫീസ് വരുന്നത്. അപ്പൊ 500 അടിച്ചിട്ട് വേണം ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാന്, അപ്ലൈ ചെയ്യാൻ. അതിൽ 400 തിരിച്ചു കിട്ടും. ഇനി ഈ സെക്കൻഡ് റോയിൽ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 250 കൊടുത്ത് അപ്ലൈ ചെയ്യണം. ആ 250 നിങ്ങൾ ഫസ്റ്റ് CBT അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണോ ഓൺലൈനായിട്ട് അടിച്ചത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ച് വരും. നിങ്ങൾ അക്കൗണ്ട് കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. സോ എല്ലാവർക്കും ഈ RRB വരുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഡൗട്ടുള്ള കാര്യങ്ങൾ അല്ലെ, എങ്ങനെയായിരിക്കും ഇത്തവണ പാറ്റേൺ, കഴിഞ്ഞ വർഷം
വർഷങ്ങളിൽ നിന്ന് ചേഞ്ച് വന്നിട്ടുണ്ടാവോ? അതല്ല കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണോ എന്നുള്ള ഡൗട്ടുകളായിരുന്നു. ഒരു പേടിയും വേണ്ട. പഠിച്ചവരോട് ഞാൻ ഒരു 6 മാസം 1 വർഷം മുമ്പ് പഠിക്കുന്നവരോടെ പറയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കയ്യിലുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ പഠിക്കുക. മാറുകയാണെങ്കിൽ അപ്പം നോക്കാം. മാറിയിട്ടില്ല. അപ്പൊ നേരത്തെ കാലത്തെ പഠിച്ചു തുടങ്ങിയവർക്ക് അഡ്വാൻറ്റേജ് ആണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2 CBTയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. ഇതാണ് നമ്മൾ ഏത് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത്. അതിലിതാ CBT 1 ഒരു തരി പോലും, ഒരു കടുകുമണിയുടെ പോലും വ്യത്യാസമില്ല. കഴിഞ്ഞ തവണ എങ്ങനെയാണോ എക്സാം നടന്നത് അതുപോലെ തന്നെയാണ് ഇത്തവണയും. ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഇതാ വരുന്നു 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. അതുപോലെ റീസണിങ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. 1.5 മണിക്കൂർ 1.5 അവർ. ഈ 1.5 മണിക്കൂറിൽ ഈ 100 ക്വസ്റ്റ്യൻ അല്ലെ, 1.5 മണിക്കൂറിൽ ഈ 100 ക്വസ്റ്റ്യൻ, 90 മിനിറ്റിൽ ഈ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് 55 മാർക്ക് മുതൽ 75 വരെ നമുക്ക് പല സോണിലായിട്ട് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നിങ്ങൾ 80 മാർക്ക് തന്നെ കട്ട് ഓഫ് കണ്ടിട്ട് പഠിക്കണം. കട്ട് ഓഫ് നോക്കണ്ട. ഒരു 90 മാർക്ക്, 100ൽ 85 90 മാർക്ക് മിനിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ CBT 1 നോക്കണം. ഇനി CBT 2ലും അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തരി വ്യത്യാസമില്ല, ഒരു കടുകുമണി വ്യത്യാസമില്ല. നമുക്ക് എന്താണ് ടോട്ടൽ 150 മാർക്ക്, 150 ക്വസ്റ്റ്യനിൽ 100 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം ബ്രാഞ്ചിലെ ടെക്നിക്കലിലെ ക്വസ്റ്റ്യൻസുകൾ അല്ലെ. മെക്കാനിക്കൽ ആണെങ്കിൽ അവർക്ക് 100 മെക്കാനിക്കൽ, സിവിൽ ആണെങ്കിൽ അവർക്ക് 100 സിവിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ അവർക്ക് 100 ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അവർക്ക് 100 ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിൽ. അതിന്റെ കൂടെ 150 ബാക്കി 50 10 മാർക്ക് നമ്മൾ എന്താണ് ബേസിക് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണോ, ബേസിക് എൻവയോൺമെന്റിൽ നമ്മൾ ഫിസിക്സിൽ തന്നെ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് CBTക്ക് പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് 15 മാർക്ക്. അപ്പൊ പിന്നെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. GK നമ്മൾ ഫസ്റ്റ് CBTക്ക് പഠിക്കും, അതും 15 മാർക്ക്. അപ്പോൾ ഇതും കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ തന്നെയാണ്. അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾക്ക് പല ബ്രാഞ്ചിലുള്ളവർക്കും ഡൗട്ട് വരും. മെക്കാനിക്കൽ, അപ്പൊ നമുക്ക് CBT 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ എക്സാം. ടെക്നിക്കൽ 4 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വരുള്ളൂ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് സിവിൽ. ഈ 4ലാണ് നമുക്ക് എന്ത് വരുന്നത് CBT 2ൽ. അതായത് രണ്ടാമത്തെ CBT 2ൽ 4 എക്സാംസുകളാണ്. ഒന്ന് മെക്കിന്റെ എക്സാം, ഒന്ന് ഇലക്ട്രിക്കലിന്റെ എക്സാം, ഒന്ന് ഇലക്ട്രോണിക്സ്, ഒന്ന് സിവിൽ. അപ്പൊ അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്? ഇത്രയും മെക്കാനിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇതിൽ നോക്കുക, നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയാം. ഇലക്ട്രിക്കൽ ഇതാ ഇവിടെ വരും, ഇലക്ട്രോണിക്സ് ഇതാ. അപ്പൊ CS നോക്കേണ്ട ഇതാണ്. IT ബ്രാഞ്ചുകാരും കമ്പ്യൂട്ടർ സയൻസുകാരൊക്കെ എക്സാം എഴുതേണ്ടതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ആലൈഡ് എഞ്ചിനീയറിംഗിലാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ അതിന്റെ സിലബസ് ഒരു 50-60% ഇലക്ട്രോണിക്സും ബാക്കി ഒരു 30-40% കമ്പ്യൂട്ടർ സയൻസും ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ തന്നെ അവർ അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസിൽ നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്ക്, നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ കാറ്റഗറി നമ്പർ 1, 2, 3 അങ്ങനെ 32 പോസ്റ്റുകൾ അല്ലെ. 32 പോസ്റ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 32 അവസാനം ഡിപ്പോ സൂപ്രണ്ടന്റ് വരെ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കേസ് ഡിപ്പാർട്ട്മെന്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? അത് മെക്കാനിക്കൽ ആർക്കും അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക്കൽ ആർക്കും അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നോക്കേണ്ടത് നിങ്ങൾ എന്താണ്? മിനിമം ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഓരോ കാറ്റഗറി നമ്പറും ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കോളം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ഇന്നോ നാളെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയും പോസ്റ്റുകൾ വരുന്നുണ്ട്, പല പോസ്റ്റുകൾ ഉണ്ടോ. ഇതിലൊക്കെ അടിപൊളി പോസ്റ്റ് ഒക്കെ ഈ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി പോസ്റ്റാണ്. അതൊക്കെ നല്ല R&D ഡിപ്പാർട്ട്മെന്റ് വരുന്ന പോസ്റ്റുകളൊക്കെ നല്ല അടിപൊളി പോസ്റ്റുകൾ എന്നാണ് കയറിയവരൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും 32 ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോന്ന്. അപ്പൊ അതിൽ പറയുന്ന അവസാനത്തെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ഇതാ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതൊരു ഡിപ്ലോമ ആയാലും, പക്ഷേ നിങ്ങൾ ആ 4 ഏതെങ്കിലും ഒന്ന് കൊടുക്കണം നിങ്ങൾ എക്സാം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഏത് വരുന്നത്. അപ്പൊ ഇതാ ഇപ്പൊ ഈ പോസ്റ്റ് ഒക്കെ നോക്ക്, നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, CS ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്ക് പറ്റൂല, സിവിലാർക്കും പറ്റൂല. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ പോസ്റ്റുകളും പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞേ,
എനിക്ക് തോന്നുന്നു 18 എത്രയോ ഇത് വരുന്നുണ്ട്, 16 18 നമ്മളെ ഇത് വരുന്നുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലോട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് എക്സാമ്പിളിന് ഒരു പേജ് മാത്രം എടുത്താണ്. അപ്പോൾ നോക്ക് നിങ്ങൾ, RRB അഹമ്മദാബാദിലുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നതിൽ ജനറൽ സർവീസിൽ എത്ര ഒഴിവുകളാണ്? ജനറൽ 6 ഒഴിവാണ്, SC 2, ST 1, OBC 4. നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ 10, 4, 2 ഒക്കെ വളരെ കുറവാണെന്ന് തോന്നും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരൊറ്റ ഇതിൽ 149 ഒഴിവ് ജനറലുണ്ട്. ഏത് ഈ ഒരൊറ്റ RRBയിൽ റിക്രൂട്ട്മെന്റ് ബോർഡിൽ SC ST 52, മറ്റേ 24, OBC 107. ഇതൊരൊറ്റ ഒന്നത്തിലാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം കൂട്ടിയിട്ടാണ് നമുക്ക് 8000 ഒഴിവുകൾ, നമുക്ക് എന്ത് വരുന്നത് 8000 വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കലാണ്. പക്ഷേ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നോക്കി എന്താ, ജൂനിയർ എഞ്ചിനീയർ ജനറൽ സർവീസ് ഇലക്ട്രിക്കൽ, മെക്കാർക്കും ഇലക്ട്രിക്കലാർക്കും ഇലക്ട്രോണിക്സാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കണ്ടേ. പിന്നെന്താ ആ കാറ്റഗറി നമ്പർ നോക്ക് 4, 5, 7, 8, 9, 10 എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി നമ്പർ എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഇത് ഒരു ഫസ്റ്റ് എനിക്ക് ഏതൊക്കെ കാറ്റഗറി നമ്പർ പറ്റും, ഇത് നമുക്ക് പറ്റുന്ന കാറ്റഗറി നമ്പർ ഏത് സോണിലാണ് കൂടുതൽ വരുന്നത്, നമ്മുടെ റിസർവേഷൻ അനുസരിച്ച് അത് ഏതാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പലർക്കും മടിയായിരിക്കും. അപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം, അതുപോലെ ഹൈദരാബാദ് സെക്ഷനിലൊക്കെ നമ്മുടെ ബ്രാഞ്ചിൽ നമ്മുടെ കാറ്റഗറിയിൽ ഏതാണോ കൂടുതലെന്ന് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഒരു പ്രത്യേകം ഒന്നിനോടും ഇഷ്ടമില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. ട്രാക്കിൽ താല്പര്യമുള്ളവർ, R&Dയിൽ താല്പര്യമുള്ളവർ, അവരങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ പണ്ട് കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ കോളേജുകൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുക്കുന്ന പോലെ നമ്മളെ റാങ്ക് അനുസരിച്ച് നമ്മൾ ആദ്യം കൊടുത്ത പോസ്റ്റുകളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വന്നിട്ടുള്ള RRB JEയുടെ ഈ ഒരു എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സുകളാണോ ഇത് കണ്ടപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ചപ്പോൾ ഉള്ളത്, ആ കംപ്ലീറ്റ് ഡൗട്ടുകൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ കൊടുക്കുക. എന്നാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന കമന്റിൽ കൊടുക്കുന്ന ഓരോ സംശയങ്ങൾക്കും നമ്മൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിനി സമയമില്ല, ഇത് ഇനി പഠിച്ചാൽ കിട്ടുമോ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടണം, അതാണ് നമ്മൾ കണ്ടത്. നമുക്ക് കിട്ടണം, ഇതാണ് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡ് അങ്ങ് സെറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, എന്തായാലും എക്സാമിൻ്റെ ഒരു ഡിസംബർ, നവംബർ ആ സമയത്ത് നമുക്ക് CBT 1ഉം അടുത്തൊരു ഫെബ്രുവരി മാർച്ച് അറൗണ്ട് CBT 2ഉം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ അങ്ങോട്ട് കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷേ എന്താണ്, നമ്മൾ മാക്സിമം ഇങ്ങോട്ട് തന്നെ നോക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് CBT 1, 2 തുടങ്ങിയ എല്ലാ കോഴ്സുകളെ കുറിച്ചും നിങ്ങൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണ്, കോഴ്സുകൾ ഉണ്ടോ, ഓൺലൈൻ ആണോ, ഓഫ്ലൈൻ ആണോ, ഫീസ് എത്രയാണ് ഡ്യൂറേഷൻ, എങ്ങനെയാണ് ക്ലാസ്സുകൾ, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസുകൾ അറിയാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ കൂടുതൽ ഈ RRB നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റിൽ ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ വരുന്നൊരു RRB ജൂനിയർ എഞ്ചിനീയർ ഒരു ഉത്സവമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടാടാം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.